ഹലോ ജെസ്സി, ഒന്ന് വരാമോ? അല്ല, ഈ വഴിയൊക്കെ പോകുമ്പോ എന്താണ് ഇപ്പൊ മൈൻഡ് ഇല്ലാത്തത്? വന്നപ്പോ ഭയങ്കര സ്വീകരണമായിരുന്നല്ലോ. വിളിച്ചതിന്റെ കാര്യം പറയണം. ആ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഞാനാണ് പുതിയ ടീം ലീഡർ. ആ അറിഞ്ഞു. എന്നിട്ട് ഇങ്ങനെയാണോ? ഒരു കൺഗ്രാറ്റ്സ് പോലും ഇല്ല? അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പേരാണ് അസൂയ. താങ്കൾക്കിത് പണ്ടേ കൂടുതലാണ്. പക്ഷെ പ്രായം ഇത്ര ആയിട്ട് ഇത് എന്താണ് കുറയാത്തത്? അയ്യോ, നിനക്ക് പ്രായം കൂടിയിട്ട് പെൻഷൻ ആയ കാര്യം ഞാൻ വിട്ടുപോയി. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. തമാശ അല്ലേ? തമാശിച്ചത് പോരാട്ടോ, പോരാ. നിന്റെ റേഞ്ചിനുള്ളത് എനിക്ക് ഇതൊക്കെ പറ്റും. അയ്യോ, പക്ഷേ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിനക്ക് ഈ ടീം ഹെഡ് ആകാൻ പറ്റാത്തതിൻ്റെ ഒരു ദേഷ്യം അത് കാണും. എന്തായാലും മനസ്സിലാക്കാം. എനിക്ക് നിന്റെ അടുത്ത് ഒരു ദേഷ്യമില്ല. അർഹതപ്പെട്ടവർക്ക് ആ സ്ഥാനം കിട്ടില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. ഓഹോ, എന്തായാലും താങ്കളൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴാണോ സ്പെഷ്യൽ റിക്വസ്റ്റ് ഞാൻ വരുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളെക്കാളും നന്നായിട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്യും. അത് ഉറപ്പാണ്. ശരി, കഴിഞ്ഞില്ലേ? അയ്യേ, പോലെ പോലെ പോലെ. എന്തായാലും വന്ന സ്ഥിതിക്ക് ജെസ്സി ഇതൊന്ന് ശരണിക്ക് കൊടുത്തേക്ക്. ഈ ഫയൽ കൊണ്ട് കൊടുക്കുന്ന വാങ്ങിക്കുന്നൊന്നും ഈ ജെസ്സിയുടെ ജോലിയല്ല കേട്ടോ. ഇത് കൊടുക്കാൻ പറ്റില്ല ഇല്ല, അല്ലേ? പറ്റില്ല. അല്ല, ഇന്ന് കൊടുക്കണ്ട. എന്തായാലും നാളെ തൊട്ട് നീ എന്നെ അനുസരിച്ചാൽ മതി. ആ എന്തേ ബുദ്ധിമുട്ടുണ്ടോ? ആ ഉണ്ടാവും. കുഴപ്പമില്ല. ഞാൻ ഹെഡ് ഓഫീസിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യാം. അപ്പം അവിടെ നിന്ന് വിളിച്ച് ഈ ടീമിലുള്ള ജെസ്സിയെ മാറ്റാൻ പറയും. പുതിയ ആളുകൾ വരും. അപ്പം എനിക്ക് നല്ല സൗകര്യമാവും. ടോമൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്കൊന്ന് ഉഷാറായിട്ട് വർക്ക് ചെയ്യാം. നിനക്ക് പുറത്തുനിന്ന് കളി കാണാലോ, പോരെ? ആമി, നീ പ്രതികാരം ചെയ്യാൻ നിൽക്കുവാണോ? എന്താ വിളിച്ചത്? ആമീന്നോ? പിന്നെ പണ്ട് ഏതൊക്കെ ചോക്കുമ്പം ഇതൊക്കെ ഒരു പ്രതികാരമാണോടോ? പിന്നെ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ഇപ്പൊ തോന്നിയിട്ടില്ല. ഉണ്ടെങ്കിൽ അത് ഞാനിപ്പോൾ പറയാം. പക്ഷെ ഒരു ടീം ലീഡറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നീ ഒരുങ്ങിക്കെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരുങ്ങാതെ നമുക്ക് ഓഫീസിൽ വരാൻ പറ്റില്ലല്ലോ.